ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് നജീബിൻ്റെ കാലഘട്ടം കാണിക്കേണ്ടി വരും. അതേപോലെ തന്നെ ആടുജീവിതത്തിൻ്റെ പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അറബി എന്നൊക്കെ വിളിക്കുന്ന ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഒരു ലൈഫ് നയിക്കുന്ന അറബികളുടെ റെഫറൻസ് വേണം. അതും ആ കാലഘട്ടത്തെ റീക്രിയേറ്റ് ചെയ്യണം. അന്നത്തെ എയർപോർട്ട്, അന്നത്തെ സംവിധാനങ്ങൾ, നജീബ് പോയ വഴികളല്ല, ജയിൽ ഉൾപ്പെടെയുള്ള വഴികൾ നമുക്ക് കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണിക്കണം. അതാണ് ആ റെഫറൻസ് എടുക്കണം. അതൊക്കെ ഒരുപക്ഷെ ഫിക്ഷണലായിട്ട് ചില കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ അതിരുകൾ കൃത്യമായിട്ട് പാലിക്കുകയും വേണം. ഇതൊക്കെ വലിയൊരു റിസർച്ച് വേണ്ട ഒരു സംഗതിയല്ലേ? അതെ. നജീബും സൈനും ഖാദിരയും ഹക്കീമും എല്ലാവരും നമ്മുടെ ഓരോ വായനക്കാരൻ്റെ ഉള്ളിലും നമ്മൾ ഇമാജിൻ ചെയ്ത് വെച്ചേക്കുന്ന രൂപത്തിലും ഭാവത്തിലും എല്ലാം ആണ്. ഓക്കെ, അത് വേറെ വെല്ലുവിളിയാണ്. അത് അവിടെ നിലനിൽക്കെ തന്നെ ഒഫീഷ്യൽ പ്ലേസസ് നമുക്ക് എന്നാൽ ഞാൻ കുറച്ച് രണ്ട് ഡിസൈൻ എക്സ്ട്രാ മാറ്റി ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അത് ചെയ്യുമ്പം അത് കൃത്യത വേണം, അതിൽ ഒന്നും മാറിപ്പോവരുത്. എന്നാൽ ഈ പറയുന്ന സ്ഥലത്ത് ആ കാലത്ത് ഒഫീഷ്യൽ പ്ലേസസിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. മൊബൈൽ ഫോട്ടോഗ്രാഫി ഇന്നത്തെ അത്രയും ഉണ്ടായിരുന്നില്ല. അവൈലബിൾ ആവുന്ന ഓൺലൈനിൽ അവിടെ ഇവിടെ കാണുന്ന ഫോട്ടോസ് നമ്മൾ ഇവിടെ ഒരു ബാഡ്ജുണ്ട്, ആ ബാഡ്ജിൽ തൊപ്പിയിലൊരു എംബ്ലം ഉണ്ട്, ആ എംബ്ലം സൂം ചെയ്യുമ്പം അതിന് ക്ലാരിറ്റി ഇല്ല. അപ്പം നമ്മളൊരു വലിയ സ്ക്രീനിൽ ഈ സിനിമ കാണുമ്പം അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും കാണാൻ പാടില്ലല്ലോ. ഞാനെപ്പോഴും പറയും, ഈ പറയുന്ന പലതും സിനിമ വരുമ്പോൾ അതിൽ എത്രത്തോളം ഉണ്ടില്ല എന്നെനിക്കറിയില്ല. ഞാൻ പറയുന്നത് കോസ്റ്റ്യൂമിൻ്റെ ആ ഡീറ്റെയിലിംഗ്, ഈ ഡീറ്റെയിലിംഗ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ ക്രൗഡിൽ ഒരാളുടെ കോസ്റ്റ്യൂമായി പോവാം, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷെ ഞാൻ എടുത്ത എഫേർട്ട്, ഞങ്ങൾ ചെയ്ത ഒരു റിസർച്ചൊക്കെയാണ് എനിക്ക് പറയാൻ കൂടുതൽ ഇഷ്ടം. അന്ന് അവിടെ മീഡിയയിൽ വർക്ക് ചെയ്ത മൂസ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്. പുള്ളി 30 വർഷത്തോളം അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലസ് സാറ് എനിക്ക് ആ പുള്ളിക്കാരനെ കണക്ട് ചെയ്ത് ഞാൻ പുള്ളീൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പുള്ളീൻ്റെ സൈഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജീവിച്ച പുള്ളീൻ്റെ കയ്യിൽ കുറേ റെഫറൻസ് ഉണ്ടായിരുന്നു. മീഡിയയിലായിരുന്നത് കൊണ്ട് പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 ബ്ലസ് സാറ് വർഷങ്ങളായിട്ട് ഇരുന്ന് പഠിച്ചെടുത്ത എല്ലാം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ തന്നെ നമുക്ക് ഇതിനോടുള്ള ആടുജീവിതം എല്ലാ സിനിമേനും പോലെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അത് ആടുജീവിതത്തിൻ്റെ ആ ഫുൾ ഇമോഷൻ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യല്ലേ. അപ്പോൾ അതിനു വേണ്ടി കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും ഈവൻ ഓരോന്നിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുള്ള ചില ഹിസ്റ്ററികളെ കുറിച്ച് പഠിച്ച് ചെയ്യാനും ഒക്കെ ടൈം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. അത് പഠിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും എൻ്റെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നെങ്കിൽ, അല്ലെ എന്നെക്കൊണ്ട് മാത്രമല്ല ആടുജീവിതം കോസ്റ്റ്യൂം കംപ്ലീറ്റ് ആവുന്നത്. എൻ്റെ 3 അസോസിയേറ്റ്സ് ഉണ്ട്, സനൂജ്, റാഫി, സുൽഫിക്കർ. ഇവരുടെ പുറകിൽ വീണ്ടും ഒരു 10-15 പേരുണ്ട്. അവർ മാറി മാറി വരും. പക്ഷെ എൻ്റെ ഈ 3 ടീം മെമ്പേഴ്സും ഈ കഴിഞ്ഞ 6 വർഷം എൻ്റെ കൂടെ നിന്നു. അവർ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എച്ച് ഒ ഡിക്കാണല്ലോ പേര് പോകുന്നത്. അങ്ങനെ അല്ല, അവർ ഈ സിനിമയ്ക്ക് അവരുടെ ഒരു സാലറി ഒന്നും അല്ല അവരിതിൽ കണ്ടിട്ടുള്ളത്. ഈ 6 വർഷത്തിൽ ഷെഡ്യൂൾ വരും പോകും. എപ്പോൾ എല്ലാ ഷെഡ്യൂൾ തുടങ്ങുമ്പോഴും ഇതിനു വേണ്ടി അവർ ഓടി വരുമായിരുന്നു. നമ്മുടെ ഒരു ടീം വർക്ക് ഉണ്ട്. അങ്ങനെയാണ് ആടുജീവിതം. ഇപ്പോൾ നജീമ അവിടെ ചെന്ന് ഇറങ്ങുന്നു. എങ്ങനെയൊക്കെയാണ് തുടർന്ന് നിൽക്കുന്നത് സിനിമയുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും മരുഭൂമിയിലാണ്, മരുക്കാറ്റുള്ള സമയത്തുമൊക്കെ നമ്മൾ ഒരുപക്ഷെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറിജിനൽ മരുക്കാറ്റിൽ വന്ന് മണലിരിക്കും പോലെ ആയിരിക്കില്ല നമ്മൾ സിനിമയിൽ ഇതൊക്കെ ചെയ്യുക. അപ്പം ഈ ചിലപ്പോൾ മണലിന് ഒട്ടിയിരിക്കാൻ പക്ക രീതിയിലുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് കൺസീവ് ചെയ്തേക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് വേണം. എന്ന് വെച്ചാൽ ഒരുപാട് ആഴത്തിൽ സാധാരണഗതിയിലുള്ള സ്ക്രിപ്റ്റ് വായന അല്ല ആടുജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് വായനയ്ക്ക് വേണ്ടത്. പിന്നെ ഈ ലെവൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്ന വലിയ ലെവലാണെന്നുള്ളത് റഹ്മാൻ, റസൂൽ പൂക്കുട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ വെറുതെ കണ്ടാൽ പോരാന്നുള്ളത്. ഇത് എവിടെയെങ്കിലും ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ക്രൂവിന്റെ പേരുകളിലോ ആ ടെൻഷനൊക്കെ മെല്ലെ മെല്ലെ നമ്മളൊന്ന് ഇന്നായി കഴിയുമ്പം നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്കാവും. പിന്നെ ഈ പറഞ്ഞ കോസ്റ്റ്യൂം ഡീറ്റെയിൽ, അത് ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്നുള്ളതിലും ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആവുക എന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ. ഈ പറഞ്ഞ മണൽ തരികൾ വന്നിരിക്കുന്നത് പോലെ ഇപ്പം ഒരു ബ്ലഡ് സ്റ്റെയിൻ വീണു. അപ്പോൾ ഇത് ഇന്ന് വീഴുന്നു, ഇന്നുള്ള കളർ നാളെ മാറും, 3 മാസം കഴിയുമ്പോൾ ആ കളർ മാറും.
അത് 3 വർഷം കഴിയുമ്പോൾ കളർ മാറും. നിങ്ങളൊരു ബ്ലഡ് മാർക്ക് പോലും ഒരു മെറ്റീരിയൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കറ, അങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വിശ്വസനീയമായിട്ട് തോന്നണം. അല്ലാതെ കുറച്ച് പെയിന്റ് എടുത്ത് നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ പറ്റുന്ന ഒരു സിനിമയല്ല. അപ്പം നമ്മൾ ഉപയോഗിച്ചതെല്ലാം എന്തൊക്കെയാണോ മരുഭൂമിയിൽ ബ്ലെസ്സാർ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഒരു തുണി കേരളത്തിൽ ഏജ് ആവുന്നതും മരുഭൂമിയിൽ ഏജ് ആവുന്നതും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ ഒരു സെറ്റപ്പും ഇവിടുത്തെ ഒരു പരിപാടിയും വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ എന്താണ്, നജീബ് ഇട്ടു, നജീബ് അപ്പം ഇങ്ങനെ നടന്നു പോവാണ്, നജീബിൻ്റെ ഷൂവ് തട്ടി കീറുകയാണ്, അപ്പം എങ്ങനെ ആയിരിക്കും ആ കീറൽ ഉണ്ടായിട്ടുണ്ടാവുക, അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒരു ചെറിയ ഒരു കീറൽ ഉണ്ടാക്കുമ്പോൾ പോലും അതിന് പുറകിൽ അതെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ച് കീറണം എന്നുള്ളത് ബ്ലെസ്സാറിൽ നിന്നാണ് പഠിച്ചത്, എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പഠിച്ചത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തലയിൽ ചുറ്റുന്ന ഒരു സ്കാർഫുണ്ട്, അത് കെട്ടുന്ന രീതി മരുഭൂമിയിലുള്ളവർ കെട്ടുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ്. അത് അവിടുത്തെ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ പഠിച്ച് നമ്മളത് പഠിച്ചെടുത്ത് ചെയ്യുകയായിരുന്നു. അതിൻ്റെ ലെയറിങ്ങിന് ഒരു സ്റ്റൈലുണ്ട്, അത് വെറുതെ ഇങ്ങനെ കെട്ടിയിടുന്നതല്ല, അത് അവരുടെ കൃത്യമായി അവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ഷൂ ഇടുന്നു, ബ്ലെസ്സാർ ഒരിക്കലും പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു ഷൂ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ നജീബിൻ്റെ ഷൂ എന്ന് പറഞ്ഞു. ആ ഷൂ ആണ് എല്ലാ ഷൂ ഹാൻഡ് മെയ്ഡ് ആണ്. ആ ഷൂ ആണ് ഇപ്പൊ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, കാല് വലിച്ചു വെച്ച് പോകുമ്പോൾ. അതെ, ആ ക്ലോസിൽ സാർ അന്ന് പേപ്പറിൽ എനിക്ക് വരച്ചു തന്ന ഒരു ഷൂ ആണത്. അപ്പോൾ സാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ 2 ഡീറ്റെയിലിംഗ് ഉള്ള, ഇവിടെ ഈ ഒരു ചെറിയ ഡിസൈനുള്ള ഷൂ എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്നു. ഈ ഷൂ മരുഭൂമിയിൽ നടക്കുമ്പോൾ തേയുന്നതും നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ തേയുന്നത് 2 രീതിയിലാണ് തേയുന്നത്. അപ്പം അത്തരം മാറ്റങ്ങൾ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്. പിന്നെ ഈ ലാൻഡ് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ലാൻഡ് അല്ലല്ലോ, അത് മരുഭൂമി തന്നെയാണ്, അത് വേറൊരു ഭൂപ്രദേശമാണ്. അതിൻ്റെയും കുറച്ച് കാര്യങ്ങളും സാധ്യതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവിടുത്തെ വെയിലെന്ന് പറയുന്നത് സാധാരണ വെയിലല്ല, തണുപ്പും സാധാരണ തണുപ്പല്ല. അപ്പോൾ ഇത് രണ്ടിനും യോജിക്കുകയും വേണം. എന്നാൽ ഇതിൽ വസ്ത്രങ്ങളിൽ വരുന്ന മാറ്റം, കാരണം ഇത് നമ്മൾ സാധാരണ കമേഴ്സ്യൽ അല്ല, ഇത് കുറച്ചുകൂടെ ആഴത്തിൽ ഡീറ്റെയിലിംഗ് ഉള്ള സിനിമയാണ്. പിന്നെ വർഷങ്ങളുടെ പഴക്കം കാണിക്കണം, അധികം ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതൊരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നതും, അതും പടത്തിൻ്റെ ഇത്രയും നാളത്തെ മേക്കിങ്ങിൻ്റെ ഇടയിൽ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിനെ വെല്ലുവിളിക്കുന്ന ഒരു സംഗതിയാണ്. അതെങ്ങനെ നേരിട്ടു? ഞാൻ പറയായിരുന്നു നേരത്തെ, ഇങ്ങനെ ഞങ്ങളുടെ കോസ്റ്റ്യൂം ബോക്സിനോട് ഞങ്ങൾക്ക് തന്നെ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഏതൊക്കെ നാട്ടിൽ പോയി വന്നതാന്ന് പറയണ പോലെ അതെത്ര വർഷം ഞങ്ങൾ ഈ പെട്ടിയും ചുമന്ന് നടക്കാന്ന് പറയില്ലേ. ചെറിയ സാധനങ്ങളില്ലേ, ചെറിയൊരു സേഫ്റ്റി പിന്നായിരിക്കും, അതിലൊരു നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ട് ചെറിയ നൂലിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വീണ് കിടക്കുന്ന നൂലിൻ്റെ പീസില്ലേ, അതുപോലും നമുക്ക് ഇന്ന് ഈ വർഷം ഉപയോഗിച്ചാൽ പിന്നെ അടുത്ത വർഷമാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം അത് അങ്ങനെ പൊട്ടാതെ തട്ടാതെ കൃത്യമായി ഓർമ്മയും, അതൊരു ടീം വർക്ക്, ഞാൻ പറയുന്നത് ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടായിരുന്നു. കണ്ടിന്യൂറ്റി മാറിപ്പോവാതെ, കാരണം അറിയാമല്ലോ, വായിച്ചപ്പോൾ അറിയാമല്ലോ, 3 മാസവും 3 വർഷവും അല്ലെങ്കിൽ ഈ സമയങ്ങൾ മാറി വരുമ്പോൾ നമ്മളൊരു കോപ്പി, ഇപ്പം നിങ്ങൾ ഇവിടെ പോസ്റ്ററിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണുന്ന നജീബിൻ്റെ ഒരു ഡ്രസ്സുണ്ട് ലോങ്, അതിന് തോബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തോബിൻ്റെ തന്നെ കോപ്പികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര നാളേക്കുള്ളത് ഇത്, ഇത്ര നാൾ മുതലുള്ളത് ഇത്. അപ്പം അതിൽ നമ്മൾ കൃത്യമായി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എന്നാൽ ഇവിടെ നമ്മളൊരു ഡള്ള് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കറ ഇട്ടു. ഈ കറയുടെ ഇതേ വലുപ്പത്തിൽ വേണം ഇതിലും ആ കറ വീഴാൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ കീറലിട്ടു, ഈ കീറൽ ഇതേ അളവിൽ ഇങ്ങോട്ടും മാറ്റണം, അങ്ങോട്ട് മാറ്റണം. ഈ 8-9 കോപ്പീസിൽ മുഴുവൻ ഇങ്ങനെ ചെയ്യണം. അത് കുറച്ചിങ്ങനെ ഇരുന്ന് കണ്ടിന്യൂറ്റി പോവാതെ ഞങ്ങൾ ഇരുന്ന് ചെയ്തെടുത്തതാണ്. അടിപൊളി. ഈ ജോസഫില് പത്മകുമാറിന്റെ സിനിമയായിരുന്നു ജോസഫില് പുള്ളിക്ക് കൊടുത്തേക്കുന്നത്, നമ്മുടെ ജോയി ചേട്ടന് കൊടുത്തേക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ തന്നെ ഇയാളുടെ ഒരു സാധനം മനസ്സിലാവുന്നുണ്ട്. ഈ മനുഷ്യനെ നമുക്ക് നാട്ടും പ്രദേശത്ത് കാണുന്ന സാധാരണഗതിയിലുള്ളൊരു സംഭവം, ഇത് നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മളായാലും കുഴപ്പമില്ല. പക്ഷേ സിനിമയിലേക്ക് ഇത്
വരിക, അതിൻ്റെ അളവ് കൃത്യമായി ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധി വേണ്ട ഒരു പരിപാടിയാണ്. ആ സമയത്ത് നിങ്ങൾ പലതരത്തിൽ ചെയ്യാറുണ്ടാവും. റെഫറൻസസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ പിൻട്രസ്റ്റിനെയൊക്കെ ആശ്രയിക്കാറുണ്ട്. പക്ഷെ നിങ്ങളുടെ റെഫറൻസിലേക്ക് ഈ പിൻട്രസ്റ്റ് വന്നാൽ പോരായിരിക്കും. ചിലപ്പോൾ അത് അതിനകത്ത് നിന്നൊക്കെ കിട്ടുമായിരിക്കും. ചില വേഷങ്ങളൊക്കെ നമുക്കിപ്പോൾ എസ്ര പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് ഗുണകരമായിരിക്കുമായിരിക്കും. പക്ഷേ ഇതിലൊക്കെ എന്ത് തരം ബുദ്ധിയാണ് ഉപയോഗിക്കുക? എന്താണ് ചിന്ത ആ സമയത്ത്? ജോസഫ് ആവട്ടെ, അങ്കമാലി ഡയറീസ് ആവട്ടെ, ചില സിനിമകൾ കാണുമ്പോൾ ആളുകൾ പറയും ഇതിലിപ്പോൾ എന്താ ഉള്ള ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ലല്ലോ. ആക്ച്വലി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നിപ്പിച്ചതാണ് ഞങ്ങളുടെ വിജയം എന്നുള്ള സാധനം ഉണ്ടല്ലോ. വളരെ നാച്ചുറൽ ആയിരുന്നു എന്നുള്ളത്. കോസ്റ്റ്യൂം ആരും ചെയ്യാത്ത ഫീല്, അതായത് നോട്ട് ചെയ്തിട്ടില്ല ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ. അത്രയും ഇഴുകി ചേർന്ന് പോയിന്നല്ലേ അതിൻ്റെ അർത്ഥം. ജോസഫിലൊക്കെ ആണെങ്കിൽ ജോയിച്ചേട്ടൻ്റെ ക്യാരക്ടറിനെ അയൺ ചെയ്തിട്ട് പോലും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഒന്നും. അയാളുടെ അവസ്ഥ, അയാളുടെ മാനസികാവസ്ഥ അയാൾ എല്ലാ ദിവസവും അയൺ ചെയ്ത് പെർഫെക്റ്റ് ആയിടുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കോസ്റ്റ്യൂംസിൽ ഉണ്ടാവുന്ന ചുളുക്കുകളൊക്കെ അടക്കം അങ്ങനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്.